ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 2019 ലാസ്റ്റ് വീഡിയോ ആണെന്ന്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അത് പുതിയൊരു വർഷം നല്ല ഐശ്വര്യവും അതുപോലെ തന്നെ നന്മയും നിറഞ്ഞതാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഗെയിൻ പൗഡറുമായിട്ടാണ്. അതായത് നമുക്ക് വണ്ണം വയ്ക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലൻ ഒരു പൗഡറാണിത്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഓരോ സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പൊടി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം എടുക്കേണ്ടത് പീനട്ടാണ്. പീനട്ട് നമുക്ക് ഒരു 15 ഗ്രാം വീതം ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം 15 ഗ്രാം വീതം എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് പീനട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടും 15 ഗ്രാം എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാമാണ്. ബദാമും 15 ഗ്രാം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് പുംകിൻ സീഡാണ്. അതും 15 ഗ്രാം വീതം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മിൽക്ക് പൗഡറാണ്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുംകിൻ സീഡ്, അതുപോലെ തന്നെ ബദാം, അതുപോലെ കാഷ്യൂനട്ട്, എങ്ങനെയുള്ളതെല്ലാം, അതായത് മിൽക്ക് പൗഡർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഓരോന്നായിട്ട് നമ്മളെടുത്ത് ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതായത് നമുക്ക് പൊടിയുന്ന ഒരു പാകം ആയി വരുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം നമ്മളിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ തണുത്തതിന് ശേഷം മാത്രമേ പൊടിക്കാവുള്ളൂ. അല്ല എങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഇതിലേക്ക് ഊറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നന്നായിട്ട്, അതായത് നമുക്കിത് മിൽക്കിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു വന്നില്ലെങ്കിൽ മിൽക്കിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം തരിതരിപ്പൊക്കെ ഉണ്ടാകും. അത് കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നല്ല പൊടി രൂപത്തിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ കൂടെ മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പതിയൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് പാലിനകത്ത് മിക്സ് ചെയ്ത് നമുക്കിത് കഴിക്കാം. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സ് ഒന്നും ഫോളോ ചെയ്യരുത്. അല്ലാതെ നോർമലായിട്ടുള്ള ഒരു ആൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ശരീരം നന്നാവുന്നില്ല എങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഒരു 10 ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഒരുപാട് നാളത്തേക്കുള്ളൊന്നും ഉണ്ടാക്കി വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു 10-15 ദിവസത്തേക്ക് നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ അതുവരെ ഉള്ളത് മാത്രം ഉണ്ടാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.